ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിൻഹാസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കുഴിമന്തി റെസിപ്പിയുമായിട്ടാണ്. കുക്കറും കുഴിയും ഒന്നുമില്ലാതെ വളരെ ഈസിയായി നല്ല രുചിയോട് കൂടി തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ മാത്രം മതി ഇത് തയ്യാറാക്കുവാൻ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി വേഗം വീഡിയോയിലേക്ക് പോയാലോ? ഞാൻ ഇതിനു വേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ മീഡിയം വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇത് നന്നായി ഒന്ന് കഴുകി വെള്ളം വാർത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ നിരത്തി വയ്ക്കുക. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകപ്പൊടിയും ചേർക്കുക. ഇനി ഒരു കഷ്ണം മാഗി ക്യൂബ് ചേർക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചിക്കൻ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി കുറച്ച് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തില്ലെങ്കിൽ രുചിയിൽ മാറ്റമൊന്നും വരില്ല. കളർ ചേർക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കനാണ്. നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. ഇത് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനൊരു 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി 1 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇത് എല്ലാം ഒന്ന് ചൂടാകുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇടുക. ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഈ സമയം കുറച്ച് കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും 10 മിനിറ്റ് കൂടി മൂടി വെച്ച് ഇതുപോലെ വേവിക്കുക. ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഇതിലേക്ക് 4 ഏലക്കായ്, 6 കറാമ്പൂവ്, 2 പട്ട, ഒരു ഉണക്ക നാരങ്ങ ഇതെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് വേറിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി മൂടി വയ്ക്കുക. മുക്കാൽ വേവായതിനു ശേഷം നമുക്ക് ഇത് ഊറ്റിയെടുത്ത് ചൂടോടുകൂടി തന്നെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം.